ഹലോ. അങ്ങനെ വെക്കേഷൻ യാത്ര ഞങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. വെക്കേഷൻ എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, അമ്മ വീട്ടിലേക്ക് ആദ്യ വെക്കേഷൻ യാത്ര. പരമ്പരാഗതമായ അന്ന് മുതലുള്ള ആ സമ്പ്രദായം ഇപ്പോഴും ഞങ്ങളും ഇതാ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലേക്കൊരു വെക്കേഷൻ യാത്രയാണ് ഞങ്ങൾ ആദ്യം തുടങ്ങി വെക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. കാരണം പെരുന്നാളായിട്ടാണ് ഞങ്ങൾ വെക്കേഷൻ യാത്ര ആദ്യം ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ പിള്ളേരെ എല്ലാ സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ വെക്കേഷൻ യാത്ര ആരംഭിച്ചു. ഈ അവധിക്കാലം വീട്ടിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അയ്യോ, എന്തൊരു ചൂടായിരുന്നു. ഒരു കുപ്പി വെള്ളം ഞാൻ കുടിച്ച് തീർത്തത് അറിഞ്ഞതേയില്ല. കുപ്പി മാത്രമായി. ലാസ്റ്റ് അതിൻ്റെ തുമ്പത്തം കണ്ടിത്തിരി വെള്ളമുണ്ട്. ഹലോ വീട്ടുകാരെ, ഇവിടെ ആരും ഇല്ലയോ? മാ എന്തിയോ ഇവിടെ ആരും ഇല്ലയോ? ഞാൻ വരുന്നുണ്ടോ? പൊളിച്ചേട്ടി പോയോ? മാ കണ്ട്. ക്യാമറ കണ്ട് എൻ്റെ ചിരിയാടി കാണിക്കുന്നത്. അയ്യോ, ഞാൻ എന്തൊരു കോലത്തിൽ നിൽക്കുന്നത്. എന്തോ മതിപിള്ളരെ എന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചിട്ടടിക്കും. അയ്യോ, എനിക്ക് ദാഹം മാറിയില്ല. പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഉമ്മയുടെ കൃഷിത്തോട്ടം നിങ്ങളെ കാണിച്ചു തരാം. പടച്ചോൻ്റെ ഒരു കൃപ കൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും അവരുടെ ടേസ്റ്റിൻ്റെ ഒരു ഭാഗം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ എന്തോ നട്ടാലും കിളിക്കും, പക്ഷെ മുകളിലോട്ടും പോകത്തില്ല, താഴോട്ടും പോകത്തില്ല. ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കും. ഇതുപോലെ ഉയരമൊക്കെ വെക്കണമെങ്കിൽ ഇച്ചിരി കണിയണം. എൻ്റെ നോട്ടക്കുറവിൻ്റെ കൂടുതൽ കൊണ്ടാണെന്ന് അറിയത്തില്ല. വെള്ളം ഒഴിക്കുന്നത് ഇവിടെയൊക്കെ എരിപൊരിയുന്ന വെയിലത്താണ് ഈ സംഭവങ്ങളൊക്കെ നിൽക്കുന്ന. ഒരു നൈറ്റ് താഴെ പോയി ഞാൻ അതെടുത്ത് അങ്ങോട്ട് ഇട്ടതാണ്. അപ്പോൾ എരിപൊരിയുന്ന വെയിലത്താണ് ഈ സംഭവം പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത് സംഭവം. പക്ഷെ നമ്മുടെ അവിടെ എങ്ങും ഇങ്ങനെ ഹരിതാപവും പച്ചപ്പും ഒന്നും ഇല്ല. എന്താണെന്ന് അറിയത്തില്ല. വെള്ളം ഒഴിച്ച് കൂടിപ്പോയതിൻ്റെ ആണെന്ന് അറിയത്തില്ല. ഇവിടുന്ന് ഞാൻ കൊതി വരുമ്പോൾ ഇവിടുന്ന് ഈ ചെടികളിലെല്ലാം ഞാൻ ഒടിച്ചുകൊണ്ടൊക്കെ പോയി നടും. പക്ഷേ സംഭവം ഇത്രയും തഴപ്പും പഴപ്പും ഈ ഒരു സംഭവമൊന്നും ഇല്ല, ഉണ്ടാവത്തില്ല. അതെന്താണെന്ന് അറിഞ്ഞൂടാ. കൈപ്പുണ്യത്തിൻ്റെ കൂടുതലായിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് ഇച്ചിരിയൊക്കെ ക്രൈസുണ്ട്. മഴ സമയമാകുമ്പോൾ ഭയങ്കര കിളയിലും നടയിലും ഒക്കെ ആയിരിക്കും. എന്നാലും ഉള്ള സ്ഥലമൊക്കെ അടിപൊളി വൃത്തിയാക്കി നീറ്റാക്കിയൊക്കെ വെക്കുന്നത്. എന്നിരുന്നാലും ഞാനും ശ്രമിക്കാറുണ്ട്. എൻ്റെ വീടും പരിസരമൊക്കെ ഇങ്ങനെ ആക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ചെയ്യത്തില്ല എന്നല്ല, പക്ഷെ എന്നാലും ഇത്രയും ഒരു അടുക്കും ചിട്ടയൊന്നും ഇല്ല. സ്വഭാവത്തിന് മാറുമായിരിക്കും. ഇത് അവക്കാഡോ ആണ്. ഇത് കായ്ച്ചു തുടങ്ങിയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കായൊന്നും ആയി തുടങ്ങിയില്ല. ഇനി ഇവിടെ ദാണ്ട് മുളകൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് മുളകും എല്ലാ സംഭവങ്ങളും നമ്മൾ കൊണ്ടുപോകും. ഇതൊക്കെ കണ്ട കിണറ്റിൻ്റെ സൈഡ് വരെ പൂന്തോട്ടമാക്കി വെച്ച കിണറ്റിൻ്റെ മേട് വരെ ഈ കൊല എപ്പോഴായാലും നമ്മുടെ വീട്ടിലോട്ട് വരാൻ, എൻ്റെ അനിയത്തിയുടെ വീട്ടിലൊക്കെ പോകാൻ ഇതിൻ്റെ ഓരോ പടലകളും എണ്ണിക്കിളിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാണ്ട് ഇനി ചക്ക, പ്ലാവ് നിറച്ചും ചക്ക നിൽപ്പുണ്ട്. മക്കളെ, ചക്ക വിളഞ്ഞ് കിടക്കുന്ന വാ കൊണ്ടുപോ, വെട്ടിപ്പറിച്ച് പാക്ക് ചെയ്തങ്ങ് കൊണ്ടു തന്നാൽ ഞങ്ങൾ സുഖമായിട്ട് അങ്ങ് വേവിച്ച് തിന്നും. ഇല്ലെങ്കിൽ പറയും അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ വരാം, അന്ന് കൊണ്ടുവരാം എന്നൊക്കെ പറയും. അങ്ങനെ വീടിൻ്റെ പുറകു വശത്തും കൃഷികളാണ് എല്ലാം. ഒരു വഴുതനങ്ങയുണ്ട്. ഒരു ദിവസം കൂട്ടാൻ വെക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും അറിഞ്ഞുകൊണ്ടൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് മുളകൊക്കെ ഇതേപോലൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ കൊതിയാവും. കൊണ്ടുപോയി നടും. പക്ഷെ ഇങ്ങനെയൊന്നും കായ്ക്കത്തൊന്നുമില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ എത്ര നട്ടാലും ഇവിടുന്ന് തന്നെ മുളക് കൊണ്ടുവരണം വീട്ടിലോട്ട്. കണ്ട മുളകൊക്കെ നല്ല കായ്ച്ചു വാരുന്നു. ഇപ്പോണ്ട് കണ്ണ് വെട്ട് വെച്ചേക്കുവാ. നാളെ കാണുപോയി എന്തോ എന്താന്നേലും ഈ കോവലിൻ്റെ വള്ളി ഞാനും വീട്ടിൽ കൊണ്ടുവന്ന് പടർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നോട്ടക്കൂടാൽ മുമ്പ് പറഞ്ഞത് തന്നെ ഒരെണ്ണം കായ്ക്കാൻ എങ്ങനാ. എൻ്റെ മഴയൊക്കെ ആയപ്പോഴത്തേക്കിന് മൊത്തം കാടും പടലുമായി കായ്ഫലവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വെട്ടി ദൂരെ കളഞ്ഞു. അങ്ങനെ ഈ കോവയ്ക്ക നല്ല രസമുണ്ട്. പക്ഷേ ഇത് പിഞ്ച് കോവയ്ക്ക തിന്നാൻ എന്നെ ഇഷ്ടം. പക്ഷേ പിഞ്ച് കോവയ്ക്ക വെച്ച് കഴിഞ്ഞാൽ ഉമ്മ എന്നെ ഓടിച്ചിട്ടടിക്കും.
എൻ്റെ കരിയാപ്പലയുണ്ട് ഇവിടെ. ഇനി അങ്ങനെ ആ പരിസരങ്ങളെല്ലാം കഴിഞ്ഞ് അടുത്ത പരിസരത്തിലോട്ട് ഞങ്ങളിങ്ങനെ അക്കരെ വീട്ടിലോട്ട്, ഞങ്ങളുടെ അക്കരെ വീടെന്ന് പറയുന്നൊരു വീടുണ്ട്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ എത്ര നടന്ന് തഴക്കം പഴക്കം വന്നാലും എത്ര പ്രാവശ്യം വന്നിരുന്നാലും ഈ ഒരു നെസ്റ്റ് ഉണ്ടല്ലോ, ആ നെസ്റ്റ് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും, ഞാൻ ഈ കഥകളൊക്കെ പറയുമ്പോഴും ഇതിൽ ഓരോ നടവഴിയുടെ കഥകൾ പറയുമ്പോഴും അവർ പറയുമ്പോൾ കേട്ട് തഴക്കവും പഴക്കവും വന്നതാണ്. പക്ഷെ എന്നിരുന്നാലും വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കാതെ എന്ന് പറഞ്ഞിരുന്നാലും നമ്മളിതങ്ങ് ആവർത്തിച്ച് പോകും. കാരണം നമ്മുടെ ആ ഒരു ഫീല് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ. ഇവിടെയൊക്കെ മുമ്പ് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഈ ഭാഗം ഫുള്ളും നെൽകൃഷിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇറങ്ങി കൊയ്യാനൊക്കെ പോകുമായിരുന്നു ഉമ്മമാരുടെ ഒക്കെ കൂടെ. അതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഫുള്ളും വയലായിരുന്നു, നല്ല വയലും പ്രദേശമായിരുന്നു. ഇപ്പോൾ അതാ ഒടിഞ്ഞു കുത്തിക്കിടക്കുന്ന വാഴയായി പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതപ്പുറത്തെ ഒരു വശം അത് റബ്ബറും തോട്ടമാണ്. ഇവിടെ അന്നും റബ്ബറും തോട്ടമായിരുന്നു. ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ ആട്ടിനെ കെട്ടാനൊക്കെ വരുമായിരുന്നു. ആട്ടിനെ കെട്ടാനും അതൊരു ചെറിയൊരു കാവ് പോലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഈ വയൽ കൊയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് ഞങ്ങൾ ഇറങ്ങി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഈ വയലിലൊക്കെ ഒരുപാട് ഓടി മറിഞ്ഞൊക്കെ വീണിട്ടുണ്ട്. ഇവിടെയൊക്കെ അന്ന് വയലുകളായിരുന്നു. അത് കൊയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും തത്തയും ഒക്കെ നെല്ല് കൊണ്ടുപോകാനൊക്കെ വരും. നല്ല രസമായിരുന്നു അതൊക്കെ. ഒരു രസം. ഇപ്പം മുട്ടവും ഇത് അടയ്ക്കാമരം, കുരുമുളക്, പിന്നെ എല്ലാം ഉണ്ട്. കൊന്ന ഇട്ടിട്ട് കൊന്നയ്ക്കകത്ത് കുരുമുളക് പാകിയേക്കുന്നു. പിന്നെ അടയ്ക്കാമരം വെച്ചിട്ട് അതിനകത്ത് കുരുമുളക്, വാഴ, ഇപ്പം ഇങ്ങനെയുള്ള കൃഷികളായി. ഇവിടെ എല്ലാം മുറ്റത്ത് എന്തൊരു രസമായിരുന്നു. നല്ലൊരു വയലിൻ്റെ മണം. പക്ഷെ ആ വയലിൻ്റെ മണവും പോച്ചയുടെ മണമൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലൊരു ഭാഗമാണെങ്കിലും ഇത്രയും വയൽ ഭാഗത്തൊന്നുമല്ല ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ കുറച്ചൊരു സിറ്റി എന്ന് പറയുന്നൊരു ഏരിയയുടെ കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു ഭാഗത്തായതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഇപ്പോഴും ആ ഒരു തണുപ്പും. ഇത് യൂറ്റി എന്ന് പറയും. ഇവിടെ ഞങ്ങൾ ഇഷ്ടംപോലെ മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഇതിനകത്ത് ഇരുന്നിട്ട് ഇതിനകത്തോട്ട് ചൂണ്ടയിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് മീൻ പിടിക്കും. ഇത് ഇങ്ങനെ നടവഴി ഇങ്ങനെ വന്നിട്ട് ഇതൊരു മെയിൻ റോഡാണ്. ഈ റോഡിൻ്റെ സെൻറ്ററിലൂടെ കനാലാണ് പോകുന്നത്. അത് സബ് കനാൽ, വലിയ കനാലാണ് സംഭവം. ചെറിയ കനാലല്ല, വലിയ കനാലാണ് ഇവിടുത്തെ. അങ്ങനെ ഇതിനപ്പുറം മലയുണ്ട്. വെള്ളം കുറയുന്ന സമയത്ത് ഇതിനപ്പുറത്ത് ആ മലയിൽ കയറി ഞങ്ങൾ വിറകിനൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ കാലമായിരുന്നു മക്കളെ. വിറകിനൊക്കെ പോയിട്ടുണ്ട്. ഈ കനാലിൽ ഇറങ്ങി കയറിയാണ് അങ്ങ് അപ്പുറത്ത് കയറുന്നത്, വിറകിനൊക്കെ പോകുന്നത്. പക്ഷേ അന്ന് വെള്ളമൊന്നും ഇല്ലാത്ത സമയത്ത് ഇതിൻ്റെ ഹോളുകളുണ്ട്, പടികളൊക്കെ ഉണ്ട്. ആ പടിയിലൊക്കെ ചവിട്ടി ഇപ്പം കണ്ടോ ഇതിനകത്ത് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീടുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. ഭയങ്കര അപകടം നിറഞ്ഞ സ്ഥലമാണ്. നമ്മളാരും പോവാറില്ല, കൊച്ചു പിള്ളേരോട് പോകത്തില്ല. അവർ കുഞ്ഞുനാൾ മുതൽ കണ്ട് ശീലിച്ചതുകൊണ്ട് തന്നെ അവർക്കത് അറിയാം, അപകടമാണെന്നറിയാവുന്നത് കൊണ്ടും അവരങ്ങോട്ട് മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ പോയി തളർന്നിട്ടൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോസുമായിട്ട് ഞങ്ങൾ എത്തും. ടാറ്റാ, ബൈ ബൈ. നല്ല വെയിൽ ചൂടൊക്കെ ശീലമായിട്ട്.